ന്യൂസിലൊക്കെ ഒരുപാട് ചേട്ടനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് സത്യമായിട്ട് അഭിമാനം തോന്നാറുണ്ട്. കേരള ജനതയുടെ ഒപ്പീനിയൻ ആയിരുന്നു രാഹുൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചെയ്തപ്പോൾ ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ്, സൂയിസൈഡിൻ്റെ വെർജിലോട്ടൊക്കെ പോയി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ്. ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ വനിതാ കമ്മീഷൻ, കേരളത്തിലെ 99% മീഡിയ, പോലീസുകാർ നിന്നിട്ട് പോലും ഞാൻ അടക്കമുള്ളവർ റേസ് ചെയ്ത ക്രിറ്റിസിസത്തിനാണ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത്. ഏതോ ഒരു പൾസ് ജനങ്ങളുടേത് ടച്ച് ചെയ്തു എന്നുള്ളതാണ്. യു ഷുഡ് ബി ടോളറൻറ്റ് ടുവേർഡ്സ് ക്രിറ്റിസിസം, അത് മാത്രമേ ഉള്ളൂ. എല്ലാ വശത്തുനിന്നും നിരന്തരം ചീത്ത വെക്കുന്ന ഒരു സെൻട്രിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നോടാണ് ഇത് പറയുന്നത്. സ്ഥിരം ചീത്ത കേൾക്കാറുണ്ട്. അതെ അതെ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ഓർമ്മയില്ലേ, ഞാൻ പറയായിരുന്നു ഒരാഴ്ച എൻ്റെ അടുത്ത് കാരണം ഇങ്ങനൊരു കമൻറ്റ് വന്നിരിക്കുന്നു, നമ്മൾ അതിന് പ്രതികരിക്കണം, നമുക്ക് റെസ്പോണ്ട് ചെയ്യണം ആ കമൻറ്റിനോട്. അതിന് എന്തിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അവരുടെ ഇത് അവർ പറയട്ടെ, കുഴപ്പമില്ല, പോയി. രാഹുൽ ഈശ്വറാണ് നമ്മുടെ താരം എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമുക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇതേപോലെ പ്രശ്നം വരുമ്പോൾ അത് പറ്റില്ല, എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവരും പറയാവൂ. പബ്ലിക് പേഴ്സണാലിറ്റീസ് ആകുമ്പോഴേ ഒരു ടോളറൻസ് ടു ക്രിറ്റിസിസം, അബ്യൂസ് അല്ല കേട്ടോ, അബ്യൂസ് അല്ല. ഒബ്വിയസ്ലി അബ്യൂസ് ബാഡാണ്, നെഗറ്റീവ് വാക്ക് പറയുന്ന വേർഡാണ്, അത് ദാറ്റ് ഗോസ് വിതൗട്ട് സെയിങ്, ദാറ്റ്സ് ഡീഫോൾട്ട്. പക്ഷേ കുറച്ചൊക്കെ ടോളറൻറ്റ് ടു ക്രിറ്റിസിസം ആണ്. കേരള പോലീസിനെ കുറിച്ച് നന്മകൾ പലപ്പോഴും പറയാറില്ല, നന്മകൾ അറിഞ്ഞിരിക്കാനാണ്. ഇതിനുള്ളിൽ ഞങ്ങൾക്ക് ഭജനകള്, ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് തരും, വളരെ പോസിറ്റീവാണ്. പക്ഷേ പരമാവധി നമുക്കൊരു സ്പേസ് നൽകുകയും നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഇൻഫർമേഷൻ പറഞ്ഞു തരാം. വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു അരമണിക്കൂർ നിർത്തി പൊരിക്കും എന്നാണ്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് നടക്കും, അതുകൊണ്ട് തർക്കമില്ല. നമ്മൾ ഈ തർക്കിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരാൾ ഒരു ഒപ്പീനിയൻ പറയുന്നു, നമ്മൾ വേറൊരു ഒപ്പീനിയൻ പറഞ്ഞ് അവരുടെ മുകളിൽ വിജയിക്കണം എന്നുള്ളപ്പോഴാണ് നമ്മൾ തർക്കിക്കുന്നത്. ഞാൻ അധികം തർക്കിക്കാത്തൊരു വ്യക്തിയാണ്. വീട്ടിലൊക്കെ വരുമ്പോഴേ അധികം തർക്കിക്കാത്ത, വ്യക്തി ജീവിതത്തിൽ അത്രയും തർക്കിക്കാറില്ല. ഇതുപോലെ പണ്ട് ശബരിമല വിഷയം വന്ന സമയത്തും ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഇതിന് അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര ഒരു സന്തോഷം. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഈ ട്രാക്ടറിൽ മറ്റേ ടാർപോളിൻ കെട്ടിക്കൊണ്ടുപോയി, അറസ്റ്റിൻ്റെ വിഷ്വൽ മീഡിയക്കാർക്ക് കിട്ടാതിരിക്കാൻ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കുറേ കൂടെ സീരിയസ് ആയിരുന്നു. ദീപ അന്ന് ടെക്നോപാർക്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. ആരൊക്കെയോ അങ്ങോട്ട് എഴുത്തയച്ചു, ദീപയെ ജോലിയിൽ നിന്ന് പുറത്താക്കണം, കാര്യം സുപ്രീം കോടതി വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു. ഈ ചേട്ടൻ ശരിക്കും വസ്ത്രധാരണത്തെ കുറിച്ചായാലും ഒരുപാട് ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഈ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണമെന്നുള്ളതാണ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞപ്പോൾ അമലാപ്പോൾ നമ്മുടെ സെയിൻറ്റ് ആൽബർട്ട്സിൽ പോകുമ്പോൾ പാർട്ടിക്കിടേണ്ട ഡ്രസ്സാണ്. പാർട്ടിക്കിടേണ്ട ഡ്രസ്സ് പള്ളിക്കൂടത്തിൽ ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു, അല്ലാതെ എന്താ അമിത സദാചാരവാദിയോ അല്ലെങ്കിൽ അമിത സദാചാരാംഗളെയൊന്നും അല്ല. ചേച്ചി കുലസ്ത്രീ ആണോ എന്ന് പറയുന്നവരോട് എന്താ മറുപടി പറയാനുള്ളത്? കുലസ്ത്രീ ആണോ ശരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എക്സ്ട്രീം ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന, ഐ ബിലീവ് വിമൻ ആർ വെരി ബ്യൂട്ടിഫുൾ ദി വേ ദേ ആർ. അവരോട് ഒത്തിരി കെയർ കാണിക്കുന്നതും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അമല പോളിൻ്റെ കേസും ഈ ഹണി റോസിൻ്റെ കേസും ആദ്യം ഇതേപോലെ രാഹുൽ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സാധാരണ ആളെ പോലുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന രീതിയിലാണ് ചോദിച്ചത്. പിന്നീട് ആ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ചെല്ലുമ്പം എനിക്ക് തോന്നി ഓക്കെ, വാട്ട് ഹീ സെയിങ് ഇസ് റൈറ്റ്. മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് ധ്വനിപ്പിക്കാനാണ് ചില ആൾക്കാർ തന്തവേവെന്ന് വാക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതൊരു കൺസേൺ ആണ്. ആ കൺസേണെ നമുക്ക് ഓവർ കൺസേൺ, സദാചാര ആംഗളെ ആവണ്ട, ഡെഫിനറ്റ്ലി യെസ്, സദാചാര ആംഗളെ ആവണ്ട, സദാചാര ഗുണ്ടായിസം വേണ്ട, സദാചാര പോലീസ് കളിക്കണ്ട. പക്ഷേ പ്രായമായവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് മെച്യൂരിറ്റി കിട്ടിയവരോ യു ഹാവ് ടു ബി കെയർഫുൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഒരുപാട് വൃത്തികെട്ടന്മാരുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ ഇന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തന്നെ വിവാദ നായകൻ എന്നറിയപ്പെടുന്ന ഒരാളുടെ വീട്ടിലാണ്. പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ വൈഫും ദീപ ചേച്ചിയുമാണ് എന്നോടൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നിങ്ങളൊന്നും അല്ല ഈ വീട്ടിലെ ഹീറോ. എവിടെ കൂട്ടത്തിൽ ഹീറോ എവിടെ? ചാടിയൊക്കെ എൻട്രി. ഹീറോ വരുന്നത് മങ്കിയെ പോലെ ചാടിയാണ്. ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ ശരിക്കും കേരളത്തിന്റെ നായകനായപ്പോ വീട്ടിൽ ഭരിക്കുന്നത് രാഹുൽ ചേട്ടനല്ല, അല്ലേ? യാക്കാണ്.
ഞങ്ങൾക്ക് ഇവനൊരു അനിയനും കൂടി ഉണ്ട്, അവൻ ഉറങ്ങുവാട്ടോ. അവൻ ഇതിനിടയിൽ ഉണരുവാണെങ്കിൽ കൊണ്ടുവരാം. ഇവൻ ഉറക്കമില്ല, അവൻ ഉറക്കമേ ഉള്ളൂ. അപ്പൊ ഇയാൾക്കാണ് ഇവിടുത്തെ താരം അല്ലേ? എത്രാം ക്ലാസ്സിലായി ഇയാൾക്ക്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയോ? ഇയാൾക്ക് വന്നപ്പോ എനിക്കൊരു പ്രോമിസ് ഒക്കെ തന്നു, പാട്ട് പാടിത്തരാം അല്ലേ? വേണ്ടേ? ഒരിക്കൽ കിരൺ ബേദി മാഡം ദുബായിൽ വെച്ച് വളരെ സീരിയസ് ആൾക്കാരിക്കുകയാണ്. കിരൺ ബേദി മാഡം യാഗം എന്നൊക്കെ പറഞ്ഞ് യാഗം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിന്റെ പേരൊക്കെ കറക്റ്റ് ആക്കി മാഡത്തോട് പറഞ്ഞു, പ്ലീസ് സിംഗ് എ സോങ് ഫോർ മീ. He said, no, I'm not in the mood. കിരൺ ബേദി വലിയ I am not in the mood. ആറ്റിറ്റ്യൂഡിന്റെ ആളാണോ? ഒരു രക്ഷയില്ല തൽക്കാലം. ഭാവിയിലേക്ക് അച്ഛനെ പോലെ തന്നെ. അച്ഛനെ പോലെ തന്നെ. അപ്പൊ ചേച്ചി പറയുന്നത് ചേട്ടൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്നായോ? ചുമ്മാ പറ ചേച്ചി, സത്യം കൊടുത്ത് വിളിച്ചു പറയാല്ലേ, പറഞ്ഞേക്കല്ലേ പറയാല്ലേ. ഇല്ല, ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല കേട്ടോ. വേറെ എന്ത് ചോദിച്ചാലും ഞാൻ സത്യം ഞാൻ അല്ലേ, പ്രശ്നം വേണമെങ്കിലും ഞാൻ വേറെ പറയാം, പക്ഷെ ആറ്റിറ്റ്യൂഡ് ഇല്ല. പുറത്ത് കാണിക്കുന്ന പോലെ തന്നെയാണോ വീട്ടിലാള്? പുറത്ത് എങ്ങനെയാ ആമിക്ക് എന്താ തോന്നുന്നത്? പുറത്ത് വാർത്തയിലൊക്കെ നമ്മൾ കാണുമ്പോ നായകൻ തന്നെ രാഹുൽ ഈശ്വറാണ് നമ്മുടെ താരം അങ്ങനെയൊക്കെ തോന്നും അല്ലേ? ഞാൻ അധികം തർക്കിക്കാത്തൊരു വ്യക്തിയാണ്. വീട്ടിലൊക്കെ വരുമ്പോഴേ അധികം തർക്കിക്കാത്ത ഒരു വ്യക്തിയാണ്. അതെ അതെ, അത് കറക്റ്റാണ്. ചർച്ചയിൽ വ്യക്തി ജീവിതത്തിൽ അത്രയും തർക്കിക്കാറില്ല. നമ്മൾ ഈ തർക്കിക്കുന്നത് എപ്പോഴാണ് ശരിക്കും? തർക്കിക്കുന്നത് നമ്മൾ ശരിക്കും എപ്പോഴാണ്? നമ്മൾ ഒരാൾ ഒരു ഒപ്പീനിയൻ പറയുന്നു, നമ്മൾ വേറൊരു ഒപ്പീനിയൻ പറഞ്ഞ് അവരുടെ മുകളിൽ വിജയിക്കണം എന്നുള്ളപ്പോഴാണ് നമ്മൾ തർക്കിക്കുന്നത്. രാഹുൽ ചേട്ടൻ അതൊരു പ്രശ്നമല്ല. രാഹുൽ ചേട്ടൻ അഭിപ്രായം എന്തായാലും രാഹുൽ ചേട്ടൻ അതേപോലെ തന്നെ ചെയ്യും. മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഇതൊന്നും രാഹുൽ ചേട്ടനില്ല. അതുകൊണ്ട് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പൊ വീട്ടിലൊരു ഇഷ്യൂ നടക്കുമ്പോ, ചേച്ചിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോ കുടിച്ചിട്ട് വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോ എങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുക? നോർമലി ആൾക്കാരൊക്കെ പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു അരമണിക്കൂർ നിർത്തി പൊരിക്കും എന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാ വീട്ടിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യങ്ങളിൽ ആള് എപ്പോഴും ഒരു എന്താ പറയാ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൂടുതലും തീരുമാനിക്കുന്നത് ഞാനും രാഹുൽ ചേട്ടൻ്റെ അമ്മയും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ പോലും സംസാരിക്കുന്നത് കൂടുതലും ഞാനാണ്. ഞാൻ കൂടുതലും അതിനെപ്പറ്റി, കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. എനിക്ക് ഞാൻ പറയുന്ന പോയിന്റ് സ്ഥാപിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാ വട്ടാണ് ചേട്ടൻ. അല്ലാണ്ട് ഒരു പിന്നെ ചേട്ടന്റെ അഭിപ്രായം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ എത്ര തർക്കിച്ചാലും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ അടുത്തിടയ്ക്കായിട്ട് ഞാൻ തർക്കിക്കാറില്ല. അതുകൊണ്ട് എത്ര നമ്മൾ തർക്കിച്ചാലും ചേട്ടന്റെ അഭിപ്രായം ഫൈനലി. ഇപ്പൊ ഈ വീട് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ജീസസ് ക്രൈസ്റ്റ്, പിന്നെ എന്ത് കരുതാ ബുദ്ധൻ. എനിക്ക് ഇത് ഡൈനോസോർ ടോയ് കൊണ്ട് ഒരു ജുറാസിക് പാർക്ക് ആക്കണം, അച്ഛന് ഹിസ്റ്ററി മ്യൂസിയം ആക്കണം, അമ്മയ്ക്ക് എനിക്ക് എന്റെ ആക്കണം. എനിക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു വാൾപേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആക്കണം എന്റെ വീട്. പക്ഷെ അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ തർക്കിച്ചതാ. പക്ഷെ ഇതിലൊന്നും രാവിലെ മിണ്ടിയിട്ടുമില്ല. പക്ഷെ നടന്ന എന്താ നോക്കൂ, എല്ലാ ചേട്ടനും ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ തർക്കിക്കുന്നത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, എന്നിട്ട് അവർ മനസ്സിലാക്കിയവര്. ഇപ്പൊ ഇതൊന്നുമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് നടക്കും. അതുകൊണ്ട് തർക്കമില്ല. ഇപ്പൊ ന്യൂസിലൊക്കെ ഒരുപാട് ചേട്ടനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നേ? എനിക്ക് സത്യമായിട്ട് അഭിമാനം തോന്നാറുണ്ട്. അഭിമാനം അത് കാണുമ്പോഴല്ല, ഞാൻ അങ്ങനെ കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഒരു ചർച്ചയും കാണാം. ആദ്യ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയായിട്ട് ചർച്ച വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ചാനലും ഇടുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണാറൊന്നുമില്ല അങ്ങനെ. പക്ഷെ ഇതിന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകും, നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം അവിടുന്ന് പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ, കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പം, ഇതുപോലെ പണ്ട് ശബരിമല വിഷയം വന്ന സമയത്തും ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഇതിന് അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര വല്ലാത്തൊരു ഭയങ്കര ശബരിമല വിഷയം കുറെ കൂടെ സീരിയസ് ആയി. അതായത് 4 സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ അടക്കമുള്ള കുറച്ചു പേരാണ് അതിന് ഫൈറ്റിന് ഇറങ്ങിയത്. അപ്പോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പൊ ഈ ട്രാക്ടറിൽ മറ്റേ ടാർപോളിൻ കെട്ടിക്കൊണ്ടുപോയി, അറസ്റ്റിന്റെ വിഷ്വൽ മീഡിയക്കാർക്ക് കിട്ടാതിരിക്കാൻ. അപ്പോ ദീപ നമ്മുടെ കൊട്ടാരക്കര ജയിലിന്റെ വെളിയിൽ വന്നിട്ട് സംസാരിച്ചതാണ് ഈ 4 മില്യൺ 5 മില്യൺ വ്യൂസിലേക്ക് പോയത്. അങ്ങനെയാണ് നാട്ടുകാർ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറെ കൂടെ സീരിയസ് ആയിരുന്നു. ദീപ അന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ആരൊക്കെയോ അങ്ങോട്ട് എഴുത്തയച്ചു, ദീപയെ ജോലിയിൽ നിന്ന് പുറത്താക്കണം, കാര്യം സുപ്രീം കോടതി വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അഗൈൻസ്റ്റ് ആണെന്ന് പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പറയുമ്പോ പോലും അവര് ഭയങ്കര റെസ്പെക്റ്റോടെ ആണ്. കാരണം എല്ലാവരുടെയും ഉള്ളില്, മെജോറിറ്റി ആളുകളുടെ ഉള്ളില് നമ്മൾ പറയുന്നതിൽ എന്തോ ഒരു സത്യം, ഒരു സെൻസ്. അതാണ് അവസാനം ജയിച്ചത്. ഈ 4-1 സുപ്രീം കോടതി വിധിന്യായം വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു, മാധ്യമങ്ങൾ 99% എതിരായിരുന്നു. അവസാനം ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ളത് തെളിഞ്ഞു. 2008 ഞാൻ ജോലിയിൽ നിന്നൊക്കെ മാറി നിന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രബിൾ കാര്യങ്ങൾ വരും. ജോലിയിൽ നിന്ന് മാറിയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന 1-2 ചാനലുകളിൽ നിന്ന് മാറി നിന്നു. അപ്പൊ ആ രീതിയിലൊക്കെ വളരെ പോസിറ്റീവായി പിന്നെ വന്നപ്പോ അതിനെക്കുറിച്ച് അതൊക്കെ ഒരു ഭയങ്കര നമുക്ക് നല്ലൊരു സന്തോഷവും അഭിമാനവും. അപ്പോഴും ചേട്ടൻ അറസ്റ്റ് ആയി എന്നൊക്കെ കേൾക്കുമ്പോ ചേച്ചിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നേ? അയ്യോ, അത് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഫണ്ണീന്നോ അല്ലെങ്കിൽ എന്താ പറയാ, അതൊക്കെ ഒരു ഭയങ്കര ഫേസ് ഓഫ് ലൈഫ്, നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ പറയും. പക്ഷെ അന്നത്തെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എന്റെ അമ്മോ, നമ്മള് കാരണം ജയിൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ, മൃഗീയമായി ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന. അതാണ് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ചേട്ടന്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി ഞാനും കൂടെ മുറിയിൽ ഇരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ മുത്തശ്ശിയോട് ഞാൻ പറയുന്ന ഓർക്കുന്നുണ്ട്, മുത്തശ്ശി നീ രാഹുൽ എങ്ങാനും അവിടെ തറയിലൊക്കെ കിടക്കുമായിരിക്കും, ബെഡൊക്കെ ഉണ്ടാവും അവിടെ എന്നൊക്കെ ചോദിക്കും. മുത്തശ്ശി പാവ എന്റെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ മുത്തശ്ശി പാവനോ അങ്ങനെ ഒന്നും ഓർക്കണ്ട, സാരമില്ല. മുത്തശ്ശി നല്ല ധൈര്യം തരുമായിരുന്നു. മുത്തശ്ശി എന്നെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര മുത്തശ്ശിയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തത്, ദേവിക അന്തർജനം. അമ്മയായിരുന്നു രണ്ടാമത് അറസ്റ്റ് ചെയ്തത്, മല്ലിക നമ്പൂതിരി. പക്ഷെ രണ്ടുപേരെയും പോലീസുകാര് വിട്ടു, സ്ത്രീകളായതുകൊണ്ട്. ഞങ്ങളെയാണ് അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കരയാണ് ആദ്യം കൊണ്ടുപോയത്. അങ്ങനെ സിനിമയിൽ കാണുന്ന എന്താ അറിയോ, സിനിമയിൽ കാണുമ്പോൾ ജയിലിൽ കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ദിവസം നോക്കുന്നുണ്ട്, നീ ഇടിച്ച മുഖമൊന്നും നമ്മുടെ മനസ്സിലതൊക്കെയല്ലേ എന്ന് വെച്ചാൽ ആൾക്കാർ ഉപദ്രവിക്കോ, പോലീസ് ഉപദ്രവിക്കോ. അവിടെയൊക്കെയാണ് ഇനി നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് നന്മകൾ പലപ്പോഴും പറയാറില്ല. നന്മകൾ അറിഞ്ഞിരിക്കാനാണ് ഞങ്ങളെ ഈ സോഷ്യൽ പ്രൊട്ടസ്റ്റ് പോകുന്നവർക്കാണ്, എല്ലാവർക്കും അല്ല. ഞങ്ങളെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ഞങ്ങളെ പ്രൊട്ടസ്റ്റിന് കൊണ്ടുപോയപ്പോ ഞങ്ങൾക്ക് വൈകിട്ട് ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിരുവായിരുന്നു. ജയിലിനുള്ളിൽ ഞങ്ങൾക്ക് ഭജനകള് ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് തരും. വളരെ പോസിറ്റീവാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ പോലീസിന്റെ നല്ല കാര്യങ്ങളാണ്. അവർക്ക് അവരുടേതായ ഉത്തരവുകൾ അനുസരിക്കാനുണ്ട്. പക്ഷെ പരമാവധി നമുക്കൊരു സ്പേസ് നൽകുകയും നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഇൻഫർമേഷൻ പറഞ്ഞു തരായിരുന്നു, ഇത് പറ്റി അത് പറ്റി. ഒരുപാട് അതെ, അത് അറസ്റ്റ് ചെയ്ത് നമ്മുടെ എന്തായിരുന്നു സെക്രട്ടറിയുടെ സൈഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ. അപ്പോഴാണ് ദീപ വിളിച്ചത്. അപ്പോഴാണ് ഞങ്ങൾക്ക് രസകരമായ അനുഭവം ഉണ്ടായത്. ദീപ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാ സംസാരിച്ചാലോ, അതായത് സംസാരിക്കാന്നൊക്കെ. ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പോ ഞാൻ വിളിക്കുന്നത് എന്റെ അമ്മയും അച്ഛനൊന്നും കാണാതെ ഒരു സമയം നോക്കി വിളിക്കുമ്പോഴത്തേക്കും ആളെന്റെ അമ്മയും അച്ഛനും വീട്ടിലില്ല, നമുക്ക് ഇപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ടി വി കാണാൻ പറ്റില്ല, ഇപ്പോഴാണ് ആളില്ലാതെ. അങ്ങനെയല്ല, ടി വി കാണാൻ, എന്റെ അറസ്റ്റ് വന്നോണ്ടിരിക്കുകയാണ്. അത് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എനിക്കിപ്പോ ടി വി കാണണം, അമ്മ ഇപ്പൊ വരുമ്പോ നമുക്ക് സംസാരിക്കാം. പക്ഷെ പറയുന്നില്ല. അപ്പൊ അന്നും ഇതേപോലെ അറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അറസ്റ്റ് ഇങ്ങനെ അയ്യോ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്റെ ഒരു വിധി വന്നപ്പം അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, പോലീസ് തടഞ്ഞു എന്നൊക്കെ എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു. അറസ്റ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, കാരണം എനിക്ക് ഈ ഓഫീസിലെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ അറിയാൻ തന്നെ ഒന്ന് അറിയിച്ചേക്കണെന്ന് അങ്ങനെയൊക്കെ ഇപ്പൊ പറയാറുണ്ട്. ഇടയ്ക്ക് ഈ ശബരിമല പ്രശ്ന ഭാഗമായിട്ട് ശബരിമല പോയപ്പോ ദീപയോടും അമ്മയോടും ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ദീപയെ മാതൃ ഏതൊരു ചാനലിൽ നിന്ന് വിളിച്ചു. രാഹുൽ ഈശ്വർ അറസ്റ്റിലായി. പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് കുറച്ചു മുമ്പ്, അതായത് വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് എന്തോ ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ അവിടെ 3:30 എന്നെ ഒരു 9:30 എന്തോ അറസ്റ്റ് ചെയ്തു. ഇല്ല, ശബരിമല പുറത്തൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. താഴെ വരെ പോകാൻ ഉദ്ദേശമുള്ളൂ, പക്ഷെ താഴെ നിന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ്, ശബരിമല സമയത്ത് 3 തവണ എന്തോ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഒരു തവണ എന്ന് വെച്ചാൽ ഞായറാഴ്ച രാവിലെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോയത്. പക്ഷെ അപ്പോഴാണെങ്കിലും പോലീസിന്റെ പെരുമാറ്റം വളരെ നല്ല രീതിയിൽ മോനോടൊക്കെ സംസാരിച്ച്. നീ വളരെ 2018 വേണ്ട അത് വേണ്ടെന്ന് പോലീസിനോട് പറഞ്ഞ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ 2.5 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അന്ന് രസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച തന്നെ വൈകിട്ട് മജിസ്ട്രേറ്റ് ഇതും തന്നു. പോലീസുകാർക്ക് പലപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് ഒരു പ്രഷർ, അതുകൊണ്ട് അവർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ഒരു കാര്യം സന്തോഷമാണ്, ഇന്ന് അനുകൂലമായിട്ടൊരു വിധി ഹൈക്കോടതി തന്നിട്ടുണ്ട്. പോലീസ് ഇതുവരെയുള്ള കാര്യം വെച്ച് അനുകൂലമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹണി റോസിന്റെ പരാതിയിൽ എനിക്കെതിരെ FIR ഇതുവരെ ഇട്ടിട്ടില്ല.
അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു സ്ഥിരം പല്ലവിയാണ്. പോലീസുകാരെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും അവർക്ക് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സൂപ്പാണോ ഇൻഗ്രീഡിയൻസ് ആണ്? കേസിനും അതേപോലെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ, പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായ, അതോടൊപ്പം ഞാൻ ചെയ്ത 1-2 കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു വിധിന്യായമാണ് കിട്ടിയത്. അതിൽ സന്തോഷം. കോളേജിലെ ടൈമിലുള്ള രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രാഹുലേ അല്ല. കുറച്ചുകൂടെ മുടിയൊക്കെ ഉണ്ട്. മുടിയൊക്കെ കെട്ടിവെച്ച് ബൈക്കൊക്കെ ഓടിച്ച് ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ടൊരു യോ മോഡൽ രാഹുൽ ആയിരുന്നു. അന്ന് കണ്ട സമയത്ത് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് കാറിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കാറിന്റെ നമ്പർ വെച്ച ആള് RTOയിലൊക്കെ പോയി പേരും അപ്പൊ അങ്ങനെ കണ്ടുമുട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി. പിന്നെ കുറച്ച് നാള് ഞങ്ങൾ ആദ്യം പ്രപ്പോസ് ചെയ്തേ? പ്രപ്പോസ് ചെയ്തത് അങ്ങനെ ആരും പ്രപ്പോസ് ചെയ്തില്ല കേട്ടോ. പ്രപ്പോസ് ആയിട്ടില്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, നോർമലി ഹാപ്പൻ ചെയ്ത. പക്ഷെ ഞങ്ങളൊന്ന് ബ്രേക്കപ്പ് ആയിട്ട് തിരിച്ചു വരാൻ ചേട്ടനാണ് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നത്. മാരേജ് ചെയ്യണം, കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത് ആ സമയത്താണ്. ആദ്യം എന്ന് വെച്ചാൽ ഇഷ്ടം എന്നുള്ള രീതിയിലൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോ ചേട്ടൻ ഇങ്ങോട്ട് ലീഡ് എടുത്ത് ഇങ്ങോട്ട് വന്ന. വീട്ടിലൊക്കെ അപ്രോച്ച് ചെയ്തപ്പോ എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്? വളരെ മോശം, വളരെ ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല വീട്ടിൽ. ഞാനിങ്ങനെ ഓർക്കും, അയ്യോ എന്താ വെച്ചാല് ആദ്യം വെച്ചാൽ എൻ്റെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് അപ്പൊ എൻ്റെ പ്രൊപ്പോസൽസ് ഒക്കെ മാട്രിമോണിയിലൊക്കെ ഇടുന്ന ടൈമാണ്. എനിക്ക് ഭയങ്കര പേടി പറയാൻ, വീട്ടിൽ ഇങ്ങനെ ഇതുണ്ടത് പറയാൻ ഭയങ്കര പേടി. അപ്പം രാവിലെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യണ്ട, എന്റെ മാട്രിമോണി കണ്ടിട്ട് വരുന്ന പോലെ അല്ലേ, അങ്ങനെ ആയിരുന്നില്ല, മാട്രിമോണി കണ്ടിട്ട് വരുന്ന പോലെ റിജക്ട് ചെയ്തതോ. ചേട്ടൻ വലിയ കാര്യം, ചേട്ടൻ വിചാരിച്ചു ചേട്ടൻ ബ്രാഹ്മണാണ്, ഞാൻ നായരാണ്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ വിളിച്ചിട്ട് പറയാം, സർ ഇങ്ങനെ എനിക്ക് മകളെ ഇഷ്ടമാണ്, മാട്രിമോണി കണ്ടു. പക്ഷെ അച്ഛന്റെ മറുപടി കാണണം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഇതുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, അങ്ങ് നോക്കട്ടെ. അപ്പൊ അച്ഛന്റെ വിചാരത്തിൽ അറേഞ്ച്ഡ് മാരേജ് പ്രപ്പോസൽ ആയിരുന്നു. അച്ഛൻ ഒറ്റയടിക്ക് ഫോണിനകത്തോടെ പറഞ്ഞു, ഞങ്ങൾ നായർ കമ്മ്യൂണിറ്റി. അപ്പൊ ഞാൻ MBAക്ക് പഠിച്ചോണ്ടിരിക്കുക കോളേജില്. അപ്പൊ രാവിലെ ഒട്ടേ തന്നെ വിളിച്ചിട്ട്, നിന്റെ അച്ഛൻ പറയണേ നായർ കമ്മ്യൂണിറ്റി വന്നോ. അപ്പൊ ദിവയുടെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ NSSന്റെ ഒക്കെ വലിയ ആക്ടിവിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം ഇല്ല പോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ, മന്നത്ത് പത്മനാഭന്റെ ഫാദർ മദർ ഒരു നായർ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നും ഐക്യത്തിന് സ്പേസ് ഉണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ആദ്യം നോ പറഞ്ഞു. പിന്നെ ഒരു രക്ഷയില്ലാതായപ്പോ ഞാൻ ഉള്ള സത്യം പറഞ്ഞു, ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ്, ഇതുപോലെ ഇതൊന്നുമല്ലേ, വേറൊരു പ്രപ്പോസൽ കൊണ്ടിട്ട് കാര്യമില്ല. ആറ്റുകാലമ്പലത്തിൽ വെച്ചാണ് നമ്മുടെ KE മാമൻ സാർക്ക്, ഗാന്ധിയൻ, അദ്ദേഹമൊക്കെയാണ് വന്ന് സപ്പോർട്ട് ചെയ്തത്. മുത്തശ്ശി ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഒരു സപ്പോർട്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചില്ല. വീട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി. അവസാനം എന്താ പറയണേ, ലാസ്റ്റ് കൈൻഡ് ഓഫ് ഇറങ്ങി വരുന്ന രീതി. നേരത്തെ പാസ്റ്റ് ടൈമിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്റെ കല്യാണം ഞാൻ 1.5 മണിക്കൂർ ലേറ്റ് ആയി. കാര്യം ഞാൻ തലേദിവസം മംഗലാപുരത്ത് ഒരു പ്രോഗ്രാം പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം തീരുമാനിച്ചത്. അപ്പൊ ആ ഡേറ്റ് ഒക്കെ എടുത്ത് തലേദിവസം രാത്രി എനിക്ക് വന്നു രാജഗോപാൽ സാർ പുള്ളി വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തു കയറി. രാവിലെ എത്തിയപ്പോഴത്തേക്ക് 1.5 മണിക്കൂർ ആവശ്യം. തമാശ നമ്മുടെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സ്വന്തം കല്യാണത്തിന് 1.5 മണിക്കൂർ ഇറങ്ങിപ്പോയതല്ല, എന്തായാലും കല്യാണം നടത്തി തന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ എൻ്റെ വീട്ടുകാരെല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രം വന്ന് എല്ലാവരും ഒരുമിച്ച് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോവോ, വീട്ടുകാരെ നാണം കെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വരെ ആ കുറ്റബോധം ഞങ്ങൾക്ക് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ചേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഫോണിൽ കൂടെ പറഞ്ഞത് എന്താ, വാട്ട് എവർ ഹാപ്പൻസ് നമുക്ക് ഇത് റെഡിയായി തന്നെ പോവാം. കഴിയുന്നത്ര വീട്ടുകാരെ ഇൻക്ലൂസീവായി വീട്ടുകാരെ കോൺഫിഡൻസിൽ എടുക്കണം. ഒരിക്കലും അല്ലാതെ ഒരിക്കലും അച്ഛനും അമ്മയും ഇത്രയും വളർത്തിയിട്ട് ഒരു ദിവസം തൊട്ടപ്പുറത്തെ വീട്ടുകാരോട് മോൾ എവിടെ പോയി എന്നറിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും അവർക്ക് വരരുതെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അച്ഛനും അമ്മയും എതിർത്തു. ഒരു മുറിയിലിട്ട് പൂട്ട്, അങ്ങനെ ഹൗസ് അറസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അവർ സിനിമാറ്റിക്കായി എല്ലാ ഡ്രാമയിലൂടെയും ഞാൻ കടന്നു പോയി. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്തിട്ടും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ സമ്മതിച്ച് നടത്തിത്തരാം, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ആ ഒരു ലൈൻ മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇറങ്ങിപ്പോയി കളയും ഇങ്ങനെ ചെയ്തില്ല. അങ്ങനെ
പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ അവർക്കറിയാം, ഒരിക്കലും ഞാൻ അത് പറഞ്ഞിട്ടില്ല. അല്ല, ആ സമയത്ത് എപ്പോഴെങ്കിലും ഇത് നിർത്താം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. നല്ല ബുദ്ധി, ഇനി പോയ ബുദ്ധി പിടിച്ചാലും ആന പിടിച്ചാലും വരും. അവരുടെ കാര്യം ചുമ്മാ ആശുപത്രി കുറ്റബോധമുണ്ടാക്കുക. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പുറത്തു പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. ഇല്ല, ആ സമയത്ത് ഞാൻ ഇന്നും ഓർക്കും. ചിന്തിച്ചുകൂടായിരുന്നോ? ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കും. രാജേട്ടൻ എന്നെ എത്രയോ നാളായിട്ട് അറിയുന്നതാണ്. എന്റെ വീട്ടുകാരോട് ഇന്ന് പോലും ഞാൻ ഒരു കാര്യം ഒളിച്ചു വെക്കില്ല. എന്ത് കാര്യവും എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതുപോലെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരേ ഒരു കാര്യമേ ജീവിതത്തിൽ ഞാൻ അവരെ വിളിച്ച് ചെയ്തിട്ടുള്ളൂ, അത് ഈ മനുഷ്യനെ പ്രണയിക്കുക എന്നൊരൊറ്റ കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമാണ് എന്റെ അമ്മയും അച്ഛനും അറിയാതെ ഞാൻ ചെയ്തില്ല. ബാക്കി എല്ലാം എന്റെ പഠിത്തമാണ്. മനസ്സിലായി, വീട്ടുകാരറിയൊന്നും ചെയ്യരുത്. മനസ്സിലായി, ഒരിക്കലും വീട്ടിലറിയാതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ, അതുകൊണ്ട് ഞാൻ എന്താ പറയാ ഇതിലേക്ക് വന്ന എന്തോ എന്നെ കുറിച്ച് നല്ല പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ല, അന്ന് എപ്പോഴെങ്കിലും തോന്നിയോ അങ്ങനെ ഇല്ല. അതേ പറഞ്ഞ ആ ഒരൊറ്റ സമയത്താണ് എനിക്ക് എവിടുന്നാന്ന് അറിയില്ല അത്രയും ഒരു ശക്തി വന്ന് അച്ഛനെയും അമ്മയും എതിർത്ത് നിൽക്കാൻ. ഞാൻ ഭയങ്കര ഈയിടെ കൂടി എന്റെ അമ്മയുടെ അടുത്ത് ആരോ മ്യൂസിയത്തിൽ വെച്ച് കണ്ടപ്പോഴേ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, ദീപ എന്ത് സോഫ്റ്റ് ആണ്, എന്ത് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ ഇങ്ങനെ ഓർത്ത, കല്യാണത്തിന്റെ വീട്ടില് ഞങ്ങളോട് തർക്കിച്ച് നിന്ന ദീപ നിങ്ങൾക്കറിയില്ല. ഈ ദീപയുടെ സോഫ്റ്റ്നെസിനെ കുറിച്ച് ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ഫ്ലാറ്റില് അപ്പുറത്തൊരു ഇമാമാ താമസിച്ചിരുന്നത്. അപ്പം രാത്രി 9-10 മണിക്കൊക്കെ അർണബ് ഗോസ്വാമിയുടെ ചർച്ച ഭയങ്കരമായിട്ട് ബഹളം അതിലുണ്ടാവും. സ്ഥിരം മറ്റേ ഇയർ പീസ് വെച്ചാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അപ്പൊ സംസാരിക്കുന്നത് കേൾക്കും. അപ്പൊ ഈ ഇമാം വന്ന് അമ്മയോട് പറഞ്ഞു, അതെ നിങ്ങളുടെ വീട്ടിലെ കാര്യമാണ് ഞാൻ ഇടപെടുന്നതെന്ന് തോന്നരുത്, മോൻ വളരെ റഫാണ്, മോൻ എന്നാ പാവം. ശാന്ത അങ്ങനെ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ നല്ലൊരു ദിവസം രാത്രി മോൻ ഭയങ്കരമായിട്ട് മോളോട് ഷൗട്ട് ചെയ്യുന്നത് കേൾക്കാം. എന്നാ മോളുടെ സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇംഗ്ലീഷിലാണോ നിങ്ങൾ വീട്ടിൽ ചർച്ചയാണ് എന്തോ കാരണം ഗോസ്വാമി ഞാൻ യു ഗെറ്റ് ഔട്ട്, യു ഓൾസോ ഗെറ്റ് ഔട്ട് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. എന്തോ ഒരു ചർച്ച, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ പറഞ്ഞു ഇങ്ങനെ ഇത്രയൊന്നും മോളോട് അങ്ങനെ ചൂടാവാൻ സമ്മതിക്കരുത്. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ അടികൂടുന്നതിന്റെ ഒരു ലോജിക്ക് എന്താ? അതാണ് എന്റെ ലൈഫില്. പക്ഷെ ആ സമയത്ത് പോലും അങ്ങനെ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ ചോദ്യം. പക്ഷെ ആ സമയത്ത് സത്യം എന്ന് പറഞ്ഞാല് ഒട്ടും തോന്നിയില്ല, വേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് ഈ ലവ് ചെയ്യുന്ന ടൈമിലും മാരേജ് ചെയ്യുന്ന ടൈമിലും തോന്നിയൊരു വ്യത്യാസം എങ്ങനെയായിരുന്നു? മീൻസ് ലവ് ചെയ്യുന്ന ടൈമിൽ വേറൊരു ഇതും മാരേജിലേക്ക് വരുമ്പോൾ വേറൊരു ലൈഫും ആയിരിക്കില്ലേ? ക്യാരക്ടർ അന്നും ഇന്നും സത്യം പറഞ്ഞ സെയിം തന്നെയാണ്. അതായത് മാരേജിന് മുൻപും ഞാൻ പറഞ്ഞ അന്നും അങ്ങനെ ഭയങ്കരമായ ഒരു റൊമാൻറ്റിക് അങ്ങനെ ഭയങ്കര സർപ്രൈസസ് ഒക്കെ തന്ന് ഭയങ്കര നമുക്ക് വേണ്ടി പാട്ടുകൾ പാടി അങ്ങനത്തെ ഒരു റൊമാൻസ് തന്നുകൊണ്ടല്ല. അതുകൊണ്ട് ആ രീതിയിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പ്രണയിക്കുന്ന ടൈം പോലെ അല്ല വിവാഹ ജീവിതം മാറില്ല. കാരണം രാഹുലിനെ പോലെ ഒരു ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഇൻട്രസ്റ്റ് വേറെയാണ്, സോഷ്യൽ ഇതും അങ്ങനത്തെ കാര്യം. അപ്പം ഒരുമിച്ച് പ്രണയിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ കാലത്തിലൊന്നും പ്രണയിപ്പ് ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അതൊക്കെ വളരെ നോർമലാണ്, ലിവിങ് ടുഗദർ. ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തായാലും ഒരുപാട് ഇൻകൺവീനിയൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ രീതികളല്ല രാഹുലിന്റെ രീതികൾ, അത്തരം വ്യത്യാസങ്ങളും അതിലുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലാതെ ക്യാരക്ടർ വൈസ് ഞങ്ങൾ രണ്ടുപേരും അറിയാത്ത സീക്രട്സ്. നേരത്തെ പറഞ്ഞ ഈ പാച്ചുവിന്റെ ബർത്ത് ഭയങ്കരമായിട്ട് ഞാൻ അപ്പോഴാണ് 1-2 കാര്യം ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ബഡ്ജറ്റ് ചെയ്തത്. അപ്പോഴാണ് ഒരു മാസം 52,000 രൂപ ഡീസൽ അടിക്കുന്നുണ്ടായിരുന്നു. ഒരു മാസം 52,000 റുപ്പീസ് ഞാൻ ഡീസൽ അടിക്കും. അതായത് ഒരു മാസം 5,000-6,000 കിലോമീറ്റർ ഞാൻ ഓടാറുണ്ട്. പിന്നെ കട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു, യാത്രകൾ കുറച്ചുകൂടെ കുറച്ചു. ഭയങ്കര റെസ്പോൺസിബിൾ. അതൊരു കുട്ടി ഉണ്ടാവും, ഭയങ്കര റെസ്പോൺസിബിൾ ആവും. ഇപ്പോഴും മറ്റുള്ളവർക്കും രാഹുൽ എപ്പോഴും കൊടുക്കുന്ന ഒരു അഡ്വൈസ്, എന്നാൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ തന്നെയാണ്. ആ രാഹുലിനായിരുന്നു രണ്ടാമത് കുഞ്ഞു വേണമെന്ന് നിർബന്ധം. രാഹുലിന് അനിയനെ പോലെ കാണുന്ന രാഹുലിന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഉപദേശവും ഒക്കെ ഇതാണ്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് റെസ്പോൺസിബിൾ ആവും, കുട്ടിയാവണം എന്ന് പറയണ. കുട്ടികൾ ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമാണ് പിള്ളേർ. ആ ഫണ്ണ് ആ ഓറിയന്റേഷൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ബോയ്സിന് കിട്ടാറില്ല. ആ പിള്ളേരുടെ ഫൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ആണ്. ഇതൊന്ന് പൃഥ്വിരാജൊക്കെ ഏതൊക്കെയോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം യങ് ഡാഡ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആകണം എന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകും, കാര്യങ്ങൾക്ക് ഒരു ഫോക്കസ് വരും, കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടുതൽ വരും.
അപ്പൊ എല്ലാവർക്കും ഇത് വരണമെന്നില്ല കേട്ടോ. അതെ, എല്ലാവർക്കും നന്നായിട്ട് അല്ല. യങ് ബിക്കംസ് അഡൾട്ട് ഇൻ ഇഫക്ട് വെൻ ദേ ബിക്കം ഫാദർ ഓർ മദർ. അതാണ് എന്റെ അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. രാഹുലിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. അപ്പോ ഈ ചേട്ടൻ ശരിക്കും ടി വിയിലൊക്കെ ബോച്ച് ഹണി റോസിന്റെ ഒക്കെ ഒരുപാട് വസ്ത്രധാരണത്തെ കുറിച്ചായാലും ഒരുപാട് ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ചേച്ചി എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് വസ്ത്രധാരണത്തിലായാലും? സെൽഫ് റെഗുലേഷൻ മതി. ഞാനങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റിംഗ് സാധനം ഇതല്ല. സെൽഫ് റെഗുലേഷൻ എല്ലാവർക്കും വേണം എന്ന് മാത്രമുള്ളൊരു പൊസിഷൻ പറയുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പൊതുവേ ഞാൻ അങ്ങനെ എന്താ പറയാ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഡ്രസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഏതെങ്കിലും എന്റെ പഴയ എന്തെങ്കിലും വന്നാലും എനിക്ക് കോൺഫിഡൻസ്. ഒരു കാര്യം, അതിന് ഈ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. സിമ്പിൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മുടെ അമലാപ്പോൾ, ഞാൻ പലതിലും അമലാപ്പോൾ നമ്മുടെ സെന്റ് ആൽബർട്ട്സിൽ പോകുമ്പോൾ ഒരു പബ്ബിൽ ഇടേണ്ട ഡ്രസ്സോ അല്ലെ നെഗറ്റീവായിട്ടല്ല കേട്ടോ, ഒരു പബ്ബോ നൈറ്റ് ക്ലബ്ബോ പാർട്ടിക്ക് അങ്ങനെ പാർട്ടിക്ക് ഇടേണ്ട ഡ്രസ്സാണ്. പാർട്ടിക്ക് ഇടേണ്ട ഡ്രസ്സ് പള്ളിക്കൂടത്തിൽ ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരു, അല്ലാതെ അമിത സദാചാരവാദിയോ അല്ലെങ്കിൽ അമിത സദാചാരാംഗളെയൊന്നും അല്ല. ഒരു സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, സെൻസ് ഓഫ് പ്രൊപ്രൈറ്റി. എന്റെ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു രാഹുൽ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ എനിക്ക് ക്ലിക്ക്, എന്റെ അമ്മ യോജിക്കണമെങ്കിൽ ഞാൻ ദീപ അപ്പോഴേ വിളിച്ചു, ദീപ എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ, ലോകത്തിന് സംഭവിച്ചാണോ, നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ? അമ്മ വളരെ കാര്യമായിട്ട് എനിക്ക് കൂപ്പുകയും തൊഴുകയും മറ്റേ ഫയർ ഒക്കെ ഇടും. ഹാഷ്മി എനിക്ക് എന്തെങ്കിലും പറ്റിയാണോ ഇന്നേ വരെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ചാനലോട് പറയാലോ, ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ, അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ക്രിസ്ത്യൻവാദികൾ എല്ലാം കൂടെ വൈകിട്ടാകുമ്പോൾ പലരും എന്നെ വിളിച്ചു, രാഹുൽ നമുക്ക് ഒരുമിച്ച് പോരാടണം നോക്കാം. അപ്പൊ എനിക്ക് ഇത്രയും വലുതായ വിഷയം അറിയുന്നില്ല. ഓഫീസിൽ നമ്മൾ എന്ത് പറ്റിയ നാട്ടുകാർക്കല്ല എന്നെ വിളിച്ച് ഒരുപാട് പേര് ഭയങ്കര അഭിനന്ദനം. അത് എന്താണ് ശരിക്കും കാര്യമല്ലോ. അപ്പൊ വൈകിട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഡിബേറ്റ് ഇത്രയും വലുതായി എന്നൊക്കെ അറിഞ്ഞത്. നമ്മൾ ഓഫീസിൽ അങ്ങനെ ടി വി ഒന്നും കാണില്ലല്ലോ. വൈകിട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ രീതി ചർച്ച വലുതായി കേരളത്തിൽ കേരള ജനതയുടെ ഒരു 90% ആളുകളുടെയും ഒപ്പീനിയൻ ആയിരുന്നു രാഹുൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. കാരണം ഈ പറയുന്നത് പോലെ ഈ ഹണി റോസിന്റെ ഇന്റർവ്യൂസ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഷീ ലുക്സ് ലൈക്ക് എ വെരി ഇന്നോസെന്റ് പേഴ്സൺ. നല്ല രസമാണ് ഹണിയുടെ സംസാരം. വളരെ വളരെ നൈവ് ആൻഡ് ഇന്നോസെന്റ് ആയിട്ടാണ് ഉത്തരവൊക്കെ പറയുന്നത്. അങ്ങനെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ട് വളരെ ഇതായിട്ടാണ്. പക്ഷെ ഇങ്ങനെ മേ ബി ഷീസ് ഐ ഡോണ്ട് നോ അൺഅവെയർ ആയിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം പുള്ളിക്കാരിക്ക് ആ ഒരു സൈഡ് ഉണ്ട്. ഷീസ് വെരി നൈവ് ആണെന്ന് തോന്നുന്നു വളരെ. അപ്പൊ ചിലപ്പോ അങ്ങനെ ഇത്രയും കോമന്റ്സ് വരുന്നു അങ്ങനെയൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വരുമ്പോ നമുക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ് വരുന്ന സമയത്ത് അതിനെ നമ്മള് അതും കൂടി ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്രീ ആണ് എന്ത് ഡ്രസ്സ് ഇടാനും. ദേ മൈറ്റ് ബി ഫ്രീ. രാഹുൽ പറഞ്ഞതുപോലെ സന്ദർഭത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളതും ഓക്കെ. ഹണി റോസ് പോകുന്നത് ഇനോഗ്രേഷൻസിനാണ്. അപ്പൊ ഇനോഗ്രേഷൻസിന് സെലിബ്രിറ്റി ആയിട്ട് പോകുമ്പോൾ ഷീ കൻ കം ഗ്ലാമറസ്, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാ അങ്ങനെ വരുമ്പോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇതേപോലെ പ്രശ്നം വരുമ്പോ അത് പറ്റില്ല. എന്നെ കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവരും പറയാവൂ എന്ന് പറയുന്നത് ഹണി റോസ് എടുത്തപ്പോ മാത്രമാണ് എതിർത്തത്. അല്ലാതെ പബ്ലിക് പേഴ്സണാലിറ്റീസ് ആകുമ്പോഴേ ഒരു ടോളറൻസ് ടു ക്രിറ്റിസൈസ്, അബ്യൂസ് അല്ല കേട്ടോ, അബ്യൂസ് അല്ല. ഒബ്വിയസ്ലി അബ്യൂസ് ബാഡ് ആണ്, നെഗറ്റീവ് വാക്ക് പറയുന്ന വേർഡാണ്, അത് ദാറ്റ് ഗോസ് വിതൗട്ട് സെയിങ്, ദാറ്റ്സ് ഡീഫോൾട്ട്. പക്ഷെ കുറച്ചൊക്കെ ടോളറന്റ് ടു ക്രിറ്റിസം ആണ്. ഞാൻ ഈ ക്രിറ്റിസിസം റേസ് ചെയ്തപ്പോൾ അത് മനഃപൂർവ്വമൊന്നുമല്ല. എനിക്ക് രണ്ടു പേഴ്സണലി അറിയില്ല. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാഷ് ഖാൻ എന്ന് പറയും. നാഷണൽ ബോയ് ഫ്രണ്ടൊക്കെ അഭിനയിച്ചുകൊണ്ട് പേഴ്സണലി ഐ മീൻ നാഷണൽ അറിയാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്തപ്പോൾ ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്, സൂയിസൈഡിന്റെ വെർജിലോട്ടൊക്കെ പോയി എന്ന് പറയുന്നതിന്റെ ഒരു ഇതാണ്. അപ്പം ഹണി റോസ് ഓർക്കേണ്ട ഒരു കാര്യം, ഹണിയോടും ഹണിയുടെ ഫാമിലിയോടുള്ള റെസ്പെക്ടോടെയുള്ള സബ്മിഷൻ. ഹണി റോസ് ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, കേരളത്തിലെ 99% മീഡിയ, പോലീസുകാർ നിന്നിട്ട് പോലും ഞാൻ അടക്കമുള്ളവർ റേസ് ചെയ്ത ക്രിറ്റിസിസത്തിനാണ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത്. കാരണം ഏതോ ഒരു പൾസ് ജനങ്ങളുടെ ടച്ച് ചെയ്തു എന്നുള്ളതാണ്. യു ഷുഡ് ബി ടോളറന്റ് ടുവേർഡ്സ് ക്രിറ്റിസിസം. അത് മാത്രമേ ഉള്ളൂ ഹണി റോസിനോട് പറയാം. അത്രേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ ഹണി റോസ് എന്ന പേഴ്സൺ എനിക്ക് തോന്നുന്നു ഷീസ് എ വെരി നൈസ് പേഴ്സൺ. ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ എനിക്കറിയാം, അല്ലാണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഹണി റോസ് രാഹുൽ ചേട്ടനെ വിമർശിച്ച് എഴുതിയത് പോലും നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളിലൂടെയാണ് അങ്ങനെ എന്തെങ്കിലും ഹണി റോസിന്റെ കമന്റിന്റെ താഴെ ഹണി റോസ് ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് അതിന് ഒരുപാട് ലൈക്ക് ഷെയർ ഒക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഹണി റോസിന് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ ചീത്തയാണെങ്കിൽ എന്റെ പോസ്റ്റിന് താഴെ ഒന്ന് നോക്കിയാൽ ഈ വിഷയത്തിൽ അതായത് ഈ തീവ്ര
തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കടന്നൽ കൂട്ടം പോലെ ഒന്ന് ആക്രമിക്കും. തിരിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്തെങ്കിലും ഹിന്ദു കോസ് പറയുമ്പോൾ കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കും. മിക്കവാറും തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ സ്ഥിരം ആക്രമിക്കും. അതുകൊണ്ട് ഹണി റോസിന് എപ്പോഴെങ്കിലും എന്നോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ വെറുതെ എന്റെ പോസ്റ്റിന്റെ താഴെ നോക്കിയാൽ ആൾക്കാർ മത്സരിച്ച് ഈ വിഷയം അല്ലാതെ, ഈ വിഷയത്തിൽ ഭയങ്കര സപ്പോർട്ടാണ്, ഈ വിഷയം അല്ലാതെ വേറെ ഏത് വിഷയം ഇട്ടാലും മത്സരിച്ച് ചീത്ത വിളിക്കുന്നതാണ്. ഞാൻ മാധുവിനോട് പറഞ്ഞു, മാധു പറഞ്ഞു ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ആൾക്കാർ സഹിക്കണമെന്ന്. ഞാൻ ചോദിച്ചു എന്നോടും ബാല എന്നോടാണ് പറയുന്നത്. എല്ലാ വശത്തുനിന്നും നിരന്തരം ചീത്ത വെക്കുന്ന ഒരു സെൻട്രിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നോടാണ് ഇത് പറയുന്നത്. സ്ഥിരം ചീത്ത വെക്കാറ്. അതെ അതെ, രണ്ട് സൈഡിൽ നിന്ന് ഇത്രയും ചീത്ത വെക്കുന്ന എന്നോട്. ആദ്യമൊക്കെ കേൾക്കുമ്പോ എനിക്ക് സങ്കടമായിരുന്നു. ഓർമ്മയില്ലേ, ഞാൻ പറയായിരുന്നു ഒരാഴ്ചയുടെ അടുത്ത് കൊണ്ട് ഇങ്ങനെ ഒരു കമന്റ് വന്നിരിക്കുന്നു, നമ്മൾ അതിന് പ്രതികരിക്കണം, നമുക്ക് റെസ്പോണ്ട് ചെയ്യണം ആ കമന്റിനോട്. ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ഇത് അവർ പറയട്ടെ ഭയങ്കരമായിട്ട് അതിന് ആ സെൻസിൽ എക്സ്ട്രീംലി അബ്യൂസീവ് പേഴ്സണൽ ഫാമിലി കുട്ടികളൊക്കെ പറയുന്നില്ലെങ്കിൽ ഒരു ടോളറന്റ് ടു ക്രിറ്റിസിസം ആയി നമ്മൾ എടുക്കാം. ഓഫ് കോഴ്സ് ദർ ഇസ് എ ലക്ഷ്മണരേഖ ഫോർവേഡ്. അതുകൊണ്ടാണ് ഞാൻ ഹണി റോസിനെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേസ് വരാത്തത്? PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ആണെങ്കിലും നല്ല വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. നിങ്ങൾ പക്ഷെ എല്ലാവരുടെയും റൈറ്റ്സ് ചാമ്പ്യൻ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. റീസൺ, ഞാൻ ഹണി റോസിനെ വിമർശിക്കുമ്പോൾ എനിക്ക് മാന്യത വേണം, എനിക്ക് സഭ്യത വേണം. ഹണി റോസിന് ഏതെങ്കിലും ശരീരഭാഗമോ നെഗറ്റീവോ പറഞ്ഞുകൊണ്ട് ഹണി റോസിനെ അബ്യൂസ് ചെയ്യുന്നതാകരുത്. അപ്പൊ റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം, ജെനുവിൻ ക്രിറ്റിസിസം. ഇപ്പൊ അവസാനമായിട്ട് ചേച്ചിനോട് ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരുപാട് പേര് ചേച്ചിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ചേച്ചി കുലസ്ത്രീ ആണോ എന്ന് പറയുന്നവരോട് എന്താ മറുപടി പറയാനുള്ളത്? കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുലസ്ത്രീ എന്ന് പറയുന്നത് എന്താ, ഇപ്പം ഞാനിങ്ങനെ ഇപ്പൊ രാജേഷനും പറയുന്ന പല കാര്യങ്ങളും പൊതുവെ ആദ്യം എനിക്ക് എതിർപ്പ് തോന്നാറുണ്ട്. ഇങ്ങനെയല്ലല്ലോ, എന്നാലും അമല പോളിന്റെ കേസും ഈ ഹണി റോസിന്റെ കേസും ആദ്യം ഇതേപോലെ രാഹുൽ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ നിന്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ സാധാരണ ആളെ പോലുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന രീതിയിലാണ് ചോദിച്ചു. പിന്നീട് ആ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് തോന്നി ഓക്കെ വാട്ട് ഹീ സേയിങ് ഇസ് റൈറ്റ് എന്ന് എനിക്ക് തോന്നി. ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിപ്പോ പുരുഷനെ എതിർത്ത് ഞാൻ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്തവൈബ് പോലെ, തന്തവൈബ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ചില ആൾക്കാരോട് ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പിള്ളേരുടെ അച്ഛനാണ്, കുറച്ച് തന്തവൈബ് ഉണ്ടാകും. തന്തവൈബ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് ധ്വനിപ്പിക്കാനാണ് ചില ആൾക്കാർ തന്തവൈബ് എന്ന് വാക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതൊരു കൺസേൺ ആണ്. ആ കൺസേണിനെ നമുക്ക് ഓവർ കൺസൈസ്, സദാചാര ആംഗളെ ആവണ്ട. ഡെഫിനറ്റ്ലി യെസ്, സദാചാര ആംഗളെ ആവണ്ട, സദാചാര ഗുണ്ടായിസം വേണ്ട, സദാചാര പോലീസ് കളിക്കണ്ട. പക്ഷേ പ്രായമായവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് മെച്യൂരിറ്റി കിട്ടിയവരോ യു ഹാവ് ടു ബി കെയർഫുൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഒരുപാട് വൃത്തികെട്ടന്മാരുണ്ട്, ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്. ഈ കുലസ്ത്രീ ആണോ ശരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രീം ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്, ഐ ബിലീവ് വിമൻ ആർ വെരി ബ്യൂട്ടിഫുൾ ദി വേ ദേ ആർ. അവരോട് ഒത്തിരി കെയർ കാണിക്കുന്നതും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ലേഡീസിനോട് ഇത്തിരി കെയർ കാണിക്കുമ്പോൾ എനിക്ക് കെയർ വേണ്ട, ഞാൻ പുരുഷനെ പോലെ തന്നെയാണ് എന്നെങ്ങനെ ഒരു സ്ത്രീക്ക് അതിന്റെ ആവശ്യം തന്നെ. നമുക്ക് എത്രമാത്രം കെയർ കിട്ടാമോ അത്രയും നല്ലതല്ലേ. പക്ഷെ അതിന് പകരം കെയർ ചെയ്യുമ്പോൾ എന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വേറൊരു വിഭാഗത്തിന് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ആ വിഭാഗത്തിൽ പെടുന്ന ആളല്ല. അപ്പോ എന്തായാലും നമ്മൾ അധിക നേരം നീണ്ടുപോയി എന്നൊരു തോന്നലുണ്ട്. അവസാനമായിട്ട് ഞാൻ ആദ്യമേ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം ചോദിച്ച് ഞാൻ നിർത്തിക്കോട്ടെ. എന്താണ് ചേച്ചി സൗന്ദര്യത്തിന്റെ രഹസ്യം? സൗന്ദര്യത്തിന്റെ രഹസ്യം വളരെ വളരെ കഴിവും ആർജവും ഉള്ള അങ്ങനെയൊന്നുമില്ല. നിറയെ വെള്ളം കുടിക്കും ഞാൻ. സ്കിൻ കെയർ അങ്ങനെയൊന്നുമില്ല. വെള്ളം കുടിക്കും, നിറയെ വെള്ളം കുടിക്കും. രാവിലെ ABC ജ്യൂസ് കുടിക്കും. ഇപ്പൊ കുറെ നാളായിട്ട് റെഗുലർലി ABC ജ്യൂസ് കുടിക്കും. പക്ഷെ അതിന്റെ ഒന്നുമല്ല, ഇത് സൗന്ദര്യം പാരമ്പര്യമായി കിട്ടിയതാ. അയ്യോ അങ്ങനെയല്ല, വെള്ളം കുടിക്കും കേട്ടോ. രാഹുലിൽ നിന്നും എല്ലാരും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റിക് ആയ പേഴ്സൺ. പിന്നെ രാഹുൽ ചേട്ടൻ്റെ ഏറ്റവും വലിയ കഴിവ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ലോകം ഇടിഞ്ഞു വീണാലും രാഹുൽ ചേട്ടൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബാക്കി എല്ലാത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്ത് ഹി വിൽ ഡു ഇറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ ബഹളം വന്നാലും ഫോക്കസ്, എന്തൊക്കെ ബഹളം വീട്ടിലുണ്ട്. ഞാൻ മോനെ സ്കൂളിൽ വിടുന്നതിന്റെ അങ്ങ് അത്ര അത്യാവശ്യത്തിൽ നിൽക്കുകയാണെങ്കിലും ആ ഹോം തിയേറ്ററിൽ കയറി യൂട്യൂബ് വീഡിയോ ഒന്നും സംഭവിക്കാത്ത പോലെ റെക്കോർഡ് ചെയ്യാൻ. എന്റെ സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ട്, ഡൽഹിയിലാണ്, ശുഭം ശർമ്മ എന്ന് പറഞ്ഞത്. ദീപയും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ രാവിലെ അത്യാവശ്യം എനിക്ക് വീഡിയോ ആണോ എന്ന് പറയും. പാച്ചുവിന്റെ ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ വരാതെ അപ്പൊ
അതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഉള്ള ഒരു മനസ്സമാധാനം കണ്ടെത്താനുള്ള ഒരു കഴിവ് രാഹുൽ ഭയങ്കരമായിട്ടുണ്ട്. അതും ഞാൻ പതുക്കെ ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വേറെ ആരെയും അധികം നോട്ടീസ് ചെയ്യാതെ എന്റെ സന്തോഷം സ്വയം കണ്ടെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. അത് ലോങ് ലൈഫിനും ഒരു ലിമിറ്റ് വരെ ബ്യൂട്ടിയും ഒരു സോണിൻ ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടെന്നല്ല. ചില രാഹുലിനെ കാണുന്ന പലരും പറയാനുണ്ടല്ലോ പണ്ടത്തെ പോലെ തന്നെ ഇരിക്കണത്, ഒരു വ്യത്യാസവും പണ്ടത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇത്തിരി ഒന്ന് വെയിറ്റ് വെച്ചില്ല, കുറച്ച് മുമ്പ് നല്ല മെലിഞ്ഞിരുന്ന സമയത്ത് പണ്ടത്തെ പോലെ തന്നെയായിരുന്നു ഇതുവരെ കുറച്ച് മാസങ്ങൾ മുൻപ്. അതിന്റെ രഹസ്യം ഇതാണ്, രാഹുൽ വളരെ ആരെ ഓർത്ത് പറയുന്ന ഒരു നേച്ചറില്ല. ഹി ഈസ് വെരി സോർട്ടഡ് ആൻഡ് ഹി കട്ട്സ് ഓഫ് ഫ്രം എവറിഥിങ്. എല്ലാത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്യാനുള്ളൊരു റേറായ ഒരു കഴിവ് രാഹുലിനുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റും നടന്നാലും അതിൽ നിന്നൊക്കെ ഡിസ്റ്റൻസ് ആവാനുള്ളൊരു വലിയൊരു കഴിവുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. You're also very beautiful. Very ാണ് വരുന്നത്. അപ്പോ ഇതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ട് പോട്ടെ. ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ. ഒരുപാട് താങ്ക് യു, താങ്ക് യു സോ മച്ച്.